ഇന്ത്യൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് സാറിനോട് ചോദിക്കാനായിട്ട് ഉള്ളിൽ തോന്നണത് ദൈവവചന വായന, സാറിൻ്റെ ദൈവവചന വായനയെക്കുറിച്ചും ദൈവവചനത്തിൽ ബൈബിളിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഈശോയുടെ ഭാവത്തെക്കുറിച്ചും അറിയാനാണ്. ഇതും വ്യക്തിപരമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ വരുന്നത്. എന്നിരുന്നാൽ പോലും ഇതും ദൈവമഹത്വത്തിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പങ്കുവയ്ക്കാൻ സന്തോഷമേ ഉള്ളൂ. ജീവിതത്തിൽ വചനമാണ് നമ്മെ സ്വാധീനിക്കേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലഘട്ടം മുതൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ മാംസമാകണം എന്നുള്ളത്. നമ്മുടെ ത്രിസന്ധ്യാ ജീവിതത്തിൽ 3-ാമത്തെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈ വചനം മാംസമായി എന്നിൽ വചനം മാംസമാണ്, വചനം മാംസമായി എന്നിൽ രൂപപ്പെടുന്നുണ്ട്. ഇതെങ്ങനെ രൂപപ്പെടുന്നതെന്നുണ്ട്. അപ്പോൾ വചനം എന്നോട് സംസാരിക്കണം, കാരണം വചനം ദൈവമാണ്. വചനത്തെ എന്താ എന്നോട് പറയാനുള്ളത്? അപ്പോൾ അനുദിനം വചനം എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്തസത്ത ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് സദ്വാർത്ത ആകേണ്ട ആ വചനം ഞാൻ സദ്വാർത്ത ആകുമ്പോഴാണ് എന്നിൽ പൂർണ്ണമാവുകയെന്നുള്ളതാണ്. അപ്പോൾ ലത്തീൻ കുർബാനയിൽ നമ്മൾ കുർബാന മധ്യേ സുവിശേഷം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹോളി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു, അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പം എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളും എൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദിസ് ഗോസ്പൽ അക്കോർഡിംഗ് ടു കുര്യൻ? ഈ സുവിശേഷം കുര്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ വ്യാഖ്യാനിച്ചത്, വ്യാഖ്യാനിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്? അപ്പോൾ ഓരോ വചനവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കോളം അതിനെ ആഴത്തിൽ പതിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ എല്ലാ ദിവസവും സമീപിക്കാറുള്ളത്. സ്ഥിരമായി വചനഭാഗം എന്ന് പറയുന്നത് ഞാൻ 34-ാമത്തെ സങ്കീർത്തനവും 91-ാമത്തെ സങ്കീർത്തനവും 2 സങ്കീർത്തനങ്ങൾ ദിവസവും രാവിലെ പ്രാർത്ഥനാപൂർവ്വം ചൊല്ലും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. അപ്പോൾ എവിടെയെങ്കിലും പ്രകാശം കുറയുമ്പോൾ തളർച്ച വരുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടുത്തെ നോക്കിയിട്ടില്ല എന്നാണ്. നോക്കിയാൽ പ്രകാശിതമാവും. എൻ്റെ മുഖം എന്തുകൊണ്ട് വിഷാദമായിട്ടിരിക്കുന്നു? കാരണം ദൈവത്തെ നോക്കി പ്രകാശിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അപ്പോൾ എനിക്കുള്ളൊരു വലിയ വാഗ്ദാനമാണ്, ദൈവത്തെ നോക്കാത്തതുകൊണ്ട് എൻ്റെ മുഖം വിഷാദിച്ചിരിക്കുന്നു. നീ എന്തിന് കരയുന്നു എന്ന് ആദ്യമായി മനുഷ്യനോട് ചോദിച്ചത് യേശുക്രിസ്തുവാണ്. നീ എന്തിനു കരയുന്നു? വുമൺ വൈ ആർ വീപ്പിംഗ്? സ്ത്രീയോടാണ് ചോദിച്ചത്. സ്ത്രീ നീ എന്തിനു കരയുന്നു? മഗ്ദലന മറിയത്തിനോട് ആദ്യത്തെ ചോദ്യം, എന്തിനു കരയുന്നു? ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം കാരണം ദൈവം ഒരു മനുഷ്യനും സങ്കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇത്രയും ജീവൻ ബലിയായി അർപ്പിച്ചത് തന്നെ മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ സങ്കടപ്പെടുന്നത് എപ്പോഴാണ്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാത്തപ്പോഴും. എന്താ ആഗ്രഹം? നിത്യജീവനാണ് ആഗ്രഹം. നിത്യജീവൻ കിട്ടാത്തതിനെ കുറിച്ചുള്ള ആകുലത മാറ്റിയിട്ട് സന്തോഷം തന്ന ദൈവത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം. നോക്കിയ പ്രകാശം അത് ലജ്ജിതരാവില്ല. എനിക്ക് അത് ലജ്ജ ഉണ്ടാവേണ്ട കാര്യമില്ല. ദൈവത്തെ നോക്കിയ പ്രകാശിതരാവാൻ പിന്നെ ലജ്ജിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് നമ്മൾ നോക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത് എന്നുള്ളത്. ഓരോ വചനവും 91-ാമത്തെ സങ്കീർത്തനം ചെല്ലുമ്പോൾ നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ച് നിനക്ക് തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥം നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഞാൻ ഈ വചനം എൻ്റേതായി ഞാൻ ചൊല്ലാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ ചൊല്ലാന്ന് പറയും. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. ആ 91-ാം സങ്കീർത്തനം മുഴുവൻ ഞാൻ അങ്ങനെ ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ ഞാൻ വാസം ഉറപ്പിച്ചു, എനിക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വചനത്തിൻ്റെ ആ ഒരു വാഗ്ദാനം മുഴുവൻ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ അവകാശമായി ഏറ്റുവാങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. 34, 91, 2 സങ്കീർത്തനങ്ങൾ
ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംരക്ഷണത്തിൽ നിന്ന് മാനുഷികമായ സംരക്ഷണം മാനുഷികമായി ചോദിക്കും തീർച്ചയായിട്ടും. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആത്മീയമായ സംരക്ഷണം. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന ഒന്നും സംഭവിക്കരുത്, എന്നിൽ സംഭവിക്കരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് ചുറ്റും പാളയം അടിച്ച് ആത്മാവിനെ രക്ഷിക്കണമെന്ന് പറയുന്നത്. എൻ്റെ ശരീരത്തെ രക്ഷിക്കലല്ല, ഭവനത്തെ രക്ഷിക്കല, ആത്മാവിനെ രക്ഷിക്കും, ചുറ്റും പാളയം അടിച്ച് രക്ഷിക്കണമെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാതാവിൻ്റെ സ്തോത്രഗീതം. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ വചനങ്ങളും സ്വാധീനിച്ചുള്ള അർത്ഥത്തിൽ പറയുന്നത്. എന്നാലും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, കാരണം ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു എന്ന് തുടങ്ങി ഓരോ വചനങ്ങളിലും എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവസ്വരം ഉണ്ട് അതിനകത്ത്. അപ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു തുടങ്ങി ഇങ്ങനെ അവസാനം വരെ അത് ദൈവത്തിന് അർപ്പിക്കുന്ന നന്ദിയുടെ ഒരു സ്തോത്രഗീതമാണ് അത്. പിന്നീട് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം ബൈബിളിൽ നിന്ന് എടുത്ത് വായിക്കും. അപ്പം അന്നത്തെ ദിവസം എന്നോട് ഈശോയ്ക്ക് പ്രത്യേകമായി സംസാരിക്കാനുള്ളത് എന്താണ് എന്ന് ആ വചന ഭാഗത്തുണ്ടാവും. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ അനുഭവം അത് തന്നെയാണ്. ഓരോ ദിവസവും അനുസ്മരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആ വചന ഭാഗത്തുണ്ടാവും. കാരണം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതാണ് വചനം. അപ്പോൾ അന്നത്തെ ദിവസം ഈശോയ്ക്ക് എന്നോട് എന്താണ് പ്രത്യേകമായി പറയാനുള്ളത് എന്ന് ആ വചന ഭാഗത്തുണ്ടാവും. അപ്പോൾ വചനം അപ്രകാരം എന്നിൽ മാംസം ധരിക്കാൻ പാകത്തിന് ഞാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. എന്നിൽ ഈ വചനം 30, 60, 100 മീനൊക്കെ ഫലം പുറപ്പെടുവിക്കും. അത് 30 ആണോ 60 ആണോ 100 ആണോ എന്ന് ആശ്രയിച്ചിരിക്കുന്നത് ഞാൻ എപ്രകാരം എൻ്റെ ഈ മണ്ണിനെ എന്നെ ഞാൻ എങ്ങനെ പാകപ്പെടുത്തി, വചനം എപ്രകാരം സ്വീകരിക്കാൻ പാകത്തിന് ഞാൻ എന്നെ എപ്രകാരം പാകപ്പെടുത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. നല്ലോണം പാകം ചെയ്ത മണ്ണാണെന്നുണ്ടെങ്കിൽ 100 മീനയും കിട്ടും, കുറച്ച് കുറവാണെങ്കിൽ 60, കുറച്ചും കൂടെ കുറവാണെങ്കിൽ 30, എന്തെങ്കിലും ഫലം കിട്ടും. നല്ല മണ്ണിൽ വിത്ത് വീണാൽ ആ നല്ല മണ്ണ് തന്നെ 3 തരമാണ്, 30, 60, 100 കർത്താവ് പറഞ്ഞത്. അത് മണ്ണിൻ്റെ പാകപ്പെടുത്തലാണ്. അപ്പോൾ എൻ്റെ ഹൃദയം സമ്പൂർണ്ണമായി പാകപ്പെട്ട ഹൃദയമാണെന്നുണ്ടെങ്കിൽ, ദൈവവചനം അറിഞ്ഞ് അനുഭവിക്കാൻ തക്കവണ്ണം പാകപ്പെടുത്തിയ ഒരു ഹൃദയമാണ് എൻ്റെ എന്നുണ്ടെങ്കിൽ, സംശുദ്ധമായ ഹൃദയമാണെന്നുണ്ടെങ്കിൽ 100% ഫലം എന്നിൽ പുറപ്പെടുവിക്കുകയും ചെയ്യും. എന്നെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള ഒട്ടേറെ, ഞാൻ ഓരോ ധ്യാനം കൂടുമ്പോഴും ആ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വചനമാണ്, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ ഫലം പുറപ്പെടുവിച്ചേക്കാം. അപ്പോൾ എൻ്റെ ചുവട്ടിൽ വളമിട്ടായിരുന്നു, പക്ഷെ ചുവട് കിളച്ച് വളമിട്ടിട്ടില്ല. ഈ ചുവട് കിളച്ച് വളമിട്ട് കഴിയുമ്പോഴേ വേരിലേക്ക് വളം ചെല്ലുള്ളൂ. അപ്പോൾ ധ്യാനം എപ്പോഴും ഫലപ്രദമാകാൻ വേണ്ടിയിട്ട് ദൈവമേ ഈ ധ്യാനത്തിൽ എൻ്റെ ചുവട് കിളച്ച് വളമിടാൻ പാകത്തിന് എൻ്റെ ചുറ്റുമുള്ളവരെ, എൻ്റെ ജീവിതത്തെ ഒന്ന് കിളച്ച് അതിൻ്റെ വേരിലേക്ക് വചനം ഇറങ്ങാൻ പാകത്തിന് എന്നെ പാകപ്പെടുത്തണമെന്നുള്ളൊരു പ്രാർത്ഥന. അത് എല്ലാ വാർഷിക ധ്യാനത്തിനും മുമ്പായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുള്ളതാണ്. അപ്പോഴാണത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നമ്മൾ എല്ലാ തവണയും വളമിടുന്നുണ്ട്, പക്ഷേ ചുവട് കിളച്ച് വളമിടാത്തതുകൊണ്ട് വേരിലേക്ക് വളം ചെല്ലുന്നില്ല, എന്ന് വളം ഒഴുകി പോവുക ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ വചന ഭാഗം വായിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ ഒരു വ്യാഖ്യാനങ്ങൾ, നിറവുകൾ കിട്ടാറുണ്ട് അതിനകത്ത്. ഇപ്പം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നൊരു ഭാഗം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കാലമായിട്ട് അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ധ്യാനിക്കാറുണ്ടായിരുന്നു. ആ വചനഭാഗം മർക്കോസ്തിയുടെ സുവിശേഷത്തിൽ ആരംഭിക്കുന്നതിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത വചനം പറയുന്നു, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ കൂട്ടമായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ശുശ്രൂഷകളിൽ അനുകമ്പ തോന്നേണ്ടത് ആരോടാണ് എന്നുള്ളതിൻ്റെ വലിയൊരു വിളിയാണ്. ഇടയനുള്ള ആട്ടിൻപറ്റത്തോടല്ല നമ്മുടെ അനുകമ്പ വേണ്ടത്. ഇടയനുള്ള ആട്ടിൻപറ്റത്തിൻ്റെ അടുത്താണ് നമ്മുടെ അധിക ശുശ്രൂഷകളും പോകുന്നത്, സഭയുടെ ഒത്തിരി ശുശ്രൂഷകൾ. ഇടയനില്ലാത്ത ഒരു ആട്ടിൻപറ്റത്തേക്കാണ് അനുകമ്പയോടെ കടന്നു ചെല്ലാൻ കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത്. ആ ആട്ടിൻപറ്റം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമ്മൾ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ശേഷിയും ശേംഷിയും എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇടയന്മാരുള്ളിടത്ത് തന്നെയാണ്. ആ ആടുകൾ തന്നെയാണ് വീണ്ടും നമ്മൾ സേവിക്കുന്നത്. ഇടയനില്ലാത്ത എത്രയോ ആട്ടിൻപറ്റം നമ്മുടെ സേവനത്തിനായി കാത്തിരിക്കുന്നു. അവിടേക്ക് പോകണമെന്നുള്ളു. അവിടെ കൊണ്ടും എൻ്റെ ആ ഒരു ഉൾക്കാഴ്ച തീർന്നില്ല. പിന്നീട് ഞാൻ ആ വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്നിട്ട് ഈശോ കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് അപ്പം വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്.
അപ്പോൾ ദൈവത്തോട് നന്ദിയോടുകൂടി ജീവിക്കുമ്പോൾ, കാരണം ജീവിതം ദൈവം തന്നതാണ്, ജീവൻ ദൈവം തന്നതാണ്, ജീവിതം നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന നമ്മുടെ നന്ദിയുമാണ്. അപ്പോൾ ആ ജീവിതത്തെ നന്ദിപൂർവ്വം കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വർധനവുണ്ടാവും. അത് ആത്മീയവും ഭൗതികമായിട്ട് ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. നന്ദി ചൊല്ലി തീർക്കാൻ ഈ ജീവിതം പോരാന്നല്ല നമ്മൾ പാടുന്നത് തന്നെ. അത്രമാത്രം അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് എഴുതി തീർക്കാനോ എണ്ണി തീർക്കാനോ പറ്റാത്തതുകൊണ്ട് ദൈവം അനുനിമിഷം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആ നന്ദിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി കൂടുതലായി ലഭിക്കും. എന്നിട്ട് ഈ അപ്പം മുറിച്ച് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇതെന്നെ ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ്. ഒട്ടേറെ എന്നിൽ ഉൾക്കാഴ്ച തന്നിട്ടുള്ളൊരു വചനമാണത്. ഇത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിളമ്പാനുള്ളതാണ്. ആർക്കാ? ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തിന് വിളമ്പാനുള്ളതാണ്. അപ്പോൾ സഭയുടെ സമ്പത്താണേലും എന്നിൽ ദൈവം, ഞാൻ കൃതജ്ഞതയോടെ ജീവിക്കുമ്പോൾ എന്നിൽ ദൈവം വർദ്ധിപ്പിച്ചു തരുന്ന ഭൗതിക സമ്പത്താണെങ്കിൽ പോലും അതെല്ലാം ഇത് അനുകമ്പ അറിയിക്കുന്ന സമൂഹത്തിന് മുറിച്ച് വിളമ്പാനുള്ളതാണ്, ശേഖരിച്ച് വയ്ക്കാനുള്ളതല്ല. ശേഖരിച്ച് വെച്ചാൽ അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു പോകും, ചീത്തയായിപ്പോവും. ഈ സമ്പത്ത് കുമിഞ്ഞു കൂട്ടി വെക്കുന്നതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വലിയൊരു ഒരു പഠനമുണ്ട് അതിനകത്ത്. അത് നമുക്ക് ശേഖരിച്ച് വയ്ക്കാനുള്ളതല്ല, മുറിച്ച് വിളമ്പാനുള്ളതാണ്. ആവശ്യക്കാർക്ക്, വിശക്കുന്നവർക്ക് വിളമ്പാനുള്ളതാണ്. ആരാ വിശക്കുന്നവർ? ഇടയനില്ലാത്ത ആട്ടിൻപറ്റമാണ്, അവിടെ വിളമ്പാനുള്ളതാണ്. എന്നിട്ട് ബാക്കി വന്നവ ശേഖരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ആ ബാക്കി വന്നത് ശേഖരിക്കുന്നതാണ് ഞാൻ കരുതി വയ്ക്കുന്ന ധനമെന്ന് പറയുന്നത്. ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്ന എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ ഡെപ്പോസിറ്റ് ഇപ്രകാരം ഞാൻ കരുതി വയ്ക്കുന്നത്, എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതുന്ന എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ നീക്കിയിരിപ്പാണ്. ഏതാ നീക്കിയിരിപ്പ്? നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഈ അനുകമ്പ അറിയിക്കുന്ന ആ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തിന് മുറിച്ച് വിളമ്പിയതിന് ശേഷവും ബാക്കി തരും കർത്താവ്. തീർന്നു പോകില്ല, ബാക്കി തരും. ആ ബാക്കി വരുന്നത് എനിക്ക് ശേഖരിക്കാം. അത് തന്നെ ഉണ്ടായിരുന്ന 12 കൊട്ട. അതിനപ്പുറം ശേഖരിക്കുന്നത് ഞാൻ പിടിച്ചു വെച്ച സമ്പത്താണ്. ഇതാണ് 2 ഉള്ളവൻ ഉടുപ്പുള്ള ഒന്നില്ലാത്തതിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതാണ്. കാരണം എനിക്ക് ആവശ്യത്തിലധികമായി ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അവരനിൽ നിന്നും ഞാൻ കട്ടെടുത്തതാണ് എന്ന അർത്ഥത്തിൽ വേണ്ടി വ്യാഖ്യാനിക്കാം. പൗലോസ്ലീഹയുടെ മനോഹരമായ ഒരു പഠനമുണ്ട് ഇക്കാര്യത്തിൽ. എൻ്റെ വിശപ്പ് എൻ്റെ ഭൗതിക പ്രശ്നമാണ്, പക്ഷേ നിൻ്റെ വിശപ്പ്, അപരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാണ്. ഈ ആത്മീയ പ്രശ്നമായിട്ട് ഈ അനുകമ്പ അറിയിക്കുന്ന വിഭാഗത്തെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ എന്നിൽ നിന്നും ഞാൻ പുറപ്പെടുകയുള്ളൂ. എന്നെ എനിക്ക് മുറിച്ച് വിളമ്പാൻ സാധിക്കുകയുള്ളൂ. എന്നെ ഞാൻ മുറിച്ച് വിളമ്പിയാലും ദൈവം എൻ്റെ അപ്പക്കൊട്ട കാലിയാക്കില്ല. എനിക്ക് 12 കൊട്ട, കൂടുതൽ 5 അപ്പം എടുത്തപ്പോൾ 12 കൊട്ട ബാക്കി വന്നു. അപ്പോൾ മുറിച്ച് കൊടുത്തുകൊണ്ട് ഇന്നേവരാരും ദരിദ്രരായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് ആ അർത്ഥത്തിൽ അങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സമ്പത്തിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൊരു വലിയ ചിന്ത ഇതാണ്. ഞാൻ 2 വശവും കണ്ടിട്ടുണ്ട്. സമ്പത്തില്ലാത്ത ജീവിതവും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. സമ്പത്തുള്ള ജീവിതവും അനുഭവിച്ചിട്ടുണ്ട്. സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഞാൻ ഒന്നും നേടിയിട്ടില്ല. സമ്പത്ത് ഇല്ലാതിരുന്നുകൊണ്ട് ജീവിതത്തിലേക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. എൻ്റെ എക്കണോമിക്സ് അതാണ്. എൻ്റെ സാമ്പത്തിക ശാസ്ത്രം മുഴുവൻ ഞാൻ ഈ 2 വാക്കുകളിൽ സംഗ്രഹിക്കും. കാശുണ്ടായതുകൊണ്ട് എനിക്കൊന്നും നേടാനായിട്ടില്ല, കാശില്ലാതിരുന്നുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. കാരണം ദൈവം പരിപാലിക്കുന്നതിനെ കുറിച്ച്. അപ്പം ഇപ്രകാരം ഓരോ വചനഭാഗം വായിക്കുമ്പോഴും അത് എന്നെ എങ്ങനെ എന്നോട് എന്ത് സംസാരിക്കുന്നു, എന്നിൽ എന്ത് ആവശ്യപ്പെടുന്നു, അങ്ങനെ ഒരു തൃഷ്ണ, ഒരു ദാഹത്തോടുകൂടി നമ്മൾ വായിച്ചാൽ നമുക്ക് നമ്മിൽ നിന്നും പുറപ്പെടാൻ സാധിക്കും. അല്ലാത്ത പക്ഷം വായിച്ച് ആശ്വസിക്കാനോ ആസ്വദിക്കാനോ പറ്റും. ആസ്വദിച്ച് ആശ്വസിക്കാനോ ഉള്ളതല്ല വചനം, സ്വീകരിച്ച് പുറപ്പെടാനുള്ളതാണ്. ചിലർ ഷെയർ ചെയ്യാറുണ്ട്, വചനം വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, വെറുതെ വായിക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് പിന്നെ വായിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറയുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? വചനം വായിക്കാനുള്ളതല്ല, അതാണ് ആദ്യത്തേത്. നമ്മുടെ ഈ
കുർബാന മധ്യേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തരുന്ന ആശീർവാദത്തിൽ ഞാൻ ചെല്ലുന്ന എൻ്റെ സ്വന്തമായ പ്രാർത്ഥനയുണ്ട്. ദൈവമേ, വായിക്കാനായിട്ട് ഈ വ്യക്തിയുടെ അതിരത്തെയും, ശ്രവിക്കാനായിട്ട് എൻ്റെ കർണത്തെയും, ഗ്രഹിക്കാനായിട്ട് എൻ്റെ മനസ്സിനെയും, ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ ജീവിതത്തെ നീ ഒരുക്കണമെന്ന്. ഈ 4 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. വായിക്കുന്നത് വെറും കണ്ണുകൾ കൊണ്ടുള്ള ദൃശ്യമായൊരു വായനയാണ്. ശ്രവണം എന്നുള്ള ചെവി കൊണ്ടുള്ളതാണ്. അടുത്ത 2 പ്രധാനപ്പെട്ടത്. ഗ്രഹിക്കാനായിട്ടുള്ള എൻ്റെ മനസ്സിനെയും ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ ജീവിതത്തെ നീ ഒരുക്കണമെന്നുള്ളത്. അപ്പോൾ വചനം നമ്മൾ വായിച്ചു വിടുന്ന ഒരു വായനയല്ല, അത് ഒരു പ്രക്രിയയായിട്ട് കാണരുത്. വെറുതെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഓട്ടോ, ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന ഓട്ടോ, ഒരു നോവൽ വായിക്കുന്ന ഓട്ടോ അങ്ങനെ വായിച്ചു വിടാനുള്ളതല്ല. ഇത് വായിച്ച്, ഇത് ശ്രവിച്ച്, ഇത് ഗ്രഹിച്ച്, ഇത് ഉൾക്കൊള്ളാൻ പാകത്തിന് എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള പരിശുദ്ധാത്മാവോടുള്ള പ്രാർത്ഥനയോടുകൂടി. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒന്നും സാധിക്കില്ല. കർത്താവ് പറഞ്ഞല്ലോ, ഇപ്പം ഒന്നും നിനക്ക് മനസ്സിലാവില്ല. എപ്പോഴാണ് മനസ്സിലാവണേ? ഞാൻ പോയി കഴിഞ്ഞ് ഞാനൊരു സഹായകനെ അയക്കും. ഈ സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി തരും, ഞാൻ പറഞ്ഞത് എങ്ങനെ നീ പ്രവർത്തിക്കണമെന്നും മനസ്സിലാക്കി തരും. അപ്പോൾ വായിച്ചിട്ടൊന്നും മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ ഈ സഹായകനോട് ഇത് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഈ സഹായകനുണ്ട്, പരിശുദ്ധാത്മാവിനോട്. ദൈവമേ, പരിശുദ്ധാത്മാവെ, എൻ്റെ പരിശുദ്ധാത്മാവെ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ, എന്നിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവെ, എനിക്ക് വാഗ്ദാനമായി കിട്ടിയ പരിശുദ്ധാത്മാവെ, എനിക്ക് ബലം തരുന്ന എൻ്റെ പരിശുദ്ധാത്മാവെ, എനിക്ക് ജ്ഞാനം തരുന്ന എൻ്റെ പരിശുദ്ധാത്മാവെ, ഈ വായിക്കുന്ന വചനം എനിക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് ഗ്രഹിച്ച് അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം എൻ്റെ ഹൃദയമാകുന്ന നിലത്തെ ഒരുക്കിയിട്ട് എനിക്ക് ഈ വചനം വായിച്ച് ഗ്രഹിച്ച് ഉൾക്കൊള്ളാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ വചനം അക്ഷരാർത്ഥത്തിൽ സംസാരിക്കും. വായിക്കുന്ന അതിരത്തെയും, ശ്രവിക്കുന്ന കർണത്തെയും, ഗ്രഹിക്കുന്ന മനസ്സിനെയും, ഉൾക്കൊള്ളുന്ന ഹൃദയമാകുന്ന ജീവിതത്തെയും ഒരുക്കണമെന്നുള്ള പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന മാത്രം മതി. പ്രാർത്ഥനയോടുകൂടി വേണം വിശുദ്ധ ഗ്രന്ഥം എടുക്കാൻ, അല്ലേ? ഉറപ്പായിട്ടും. അല്ലാതെ നമുക്ക് വെറുതെ എടുത്ത് നമുക്കൊരു ദൂത് കിട്ടുന്ന തത്തയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നതുകൊണ്ട് എടുത്ത് വായിക്കാനുള്ളതല്ല. നമുക്ക് എടുത്ത് അത് ശ്രദ്ധാപൂർവം ഗ്രഹിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് മാനുഷികമായിട്ട് അസാധ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, സഹായകൻ വന്ന് നമ്മളെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹായകനോട് സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ പാകത്തിന് വചനത്തെ നമുക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സാറ് തത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചില ആൾക്കാർ പറയാറുണ്ട്, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് സംസാരിക്കുന്നത് അറിയാനായിട്ട് അങ്ങ് പെട്ടെന്ന് തുറന്നു നോക്കുക. അപ്പോൾ ചിലർ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ പറയുന്നവരുണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില മനുഷ്യർക്ക് അത് ഭയങ്കര വിശ്വാസമാണ് ദൈവം സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? പോണി, വേദഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവം സംസാരിക്കുന്നതാണ്. അത് വെറുതെ എടുത്ത് തുറന്നാലും അല്ലാതെ എടുത്ത് തുറന്നാലും ദൈവത്തിൻ്റെ സ്വരം മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷിക്കുന്ന തരത്തിൽ ഇതിനകത്ത് എന്താ പറയാനുള്ളത്, ഉടനെ എടുത്തു, ഇതിനകത്ത് എന്താ പറയാനുള്ളത്, അങ്ങനെ ചോദ്യോത്തരം കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ആ രീതിയാണ്. അത് ദൈവമായ കർത്താവിനെ ഒരർത്ഥത്തിൽ പരീക്ഷിക്കലാണ്. നേരെ മറിച്ച് പ്രാർത്ഥനാപൂർവ്വം, ദൈവമേ, ഞാൻ ഈ വിഷമഘട്ടത്തിലാണ്, എനിക്ക് ഉത്തരമില്ലാത്ത ഒന്നും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലില്ല എന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ എൻ്റെ ഈ ചോദ്യത്തിന് ഏതാണ് ഉത്തരമെന്ന് എനിക്കറിയില്ല, ദൈവം നിനക്കറിയാം. എൻ്റെ പരിശുദ്ധാത്മാവെ, എൻ്റെ ഈ ചോദ്യത്തിന്, എൻ്റെ ഈ വിഷമത്തിന് എന്താണ് ഉത്തരമെന്ന് ഈ വചനത്തിലൂടെ എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ള ആ തുറവിയോടും ആ പ്രാർത്ഥനയോടും കൂടി നമ്മൾ വചന ഭാഗം തുറന്നാൽ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഭാഗം എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നത് തന്നെയായിരിക്കും. ആ ഒരു സമീപനമാണ്, സമീപനത്തിലുള്ള വ്യത്യാസമുള്ളൂ. വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. എങ്ങനെ തുറന്നാലും വചനം എന്ന് തന്നെ. പക്ഷേ അത് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള എടുക്കില്ല, ഒരു ലോട്ടറി അല്ല അത്. പുതിയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്വരമാണ്. ഈശോയ്ക്ക് പുതിയ നിയമത്തിൽ പല പല ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ദൈവികമാണ്. എങ്കിലും സാറിന് ഏറ്റവും കൂടുതൽ സുവിശേഷങ്ങളിൽ കാരുണ്യവാനായ ദൈവം, ദൈവം കരുണയാണ്. കരുണയെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ അടയാളമാണ് കരുണ. കരുണയില്ലാത്ത സ്നേഹമല്ല. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ദൈവം എന്നോട് കരുണ കാണിക്കുന്നു.
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സഹോദരനോട് കരുണ കാണിക്കുന്നു. ഇതാണ് കരുണയുടെ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള സ്നേഹത്തിന് തുടർച്ചയായിട്ടുള്ള അടയാളം, സ്നേഹത്തിന് തുടർച്ചയായിട്ടുള്ള കരുണ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ഓർക്കാനുള്ള ഭാഗം. കരുണയുള്ള ഈശോ. കരുണയുള്ള ഈശോ, അത് സ്നേഹത്തിൻ്റെ തുടർച്ചയാണത്. ഇത് തന്നെയാണ് ഈ കാരുണ്യ. ഈ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 25-ാം അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈ കരുണ, ആ കരുണ എന്നുള്ളത് ഞാൻ വിതരണം ചെയ്യുന്ന എൻ്റെ സൗജന്യമൊന്നുമല്ല, അത് ദൈവത്തെ കണ്ടുകൊണ്ട്, ഈ വിശക്കുന്നവനിൽ, ഈ നഗ്നനിൽ, ഈ പാവപ്പെട്ടവനിൽ ദൈവത്തെ ഞാൻ തന്നെയാണ്, യേശു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കൈവഴിയായിട്ട് ഉപയോഗം വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ സ്നേഹത്തിൻ്റെ കരുണ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സാർ, ഈ സാറിൻ്റെ മക്കൾക്ക് ദൈവവചനത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാനായിട്ട് എങ്ങനെയാണ് കുഞ്ഞുനാളിൽ അവർക്ക് ദൈവവചനം പരിചയപ്പെടുത്തിയത്? അത് അവരുടെ ഒരു ഇനീഷ്യേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തുന്ന ബൈബിൾ വായന തന്നെയായിരുന്നു. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ. അപ്പം ബൈബിൾ വായന ഞാൻ പിന്നെ ഒരാൾ 3 മക്കളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പഴയ നിയമം, ഒരാൾ പുതിയ നിയമത്തിലെ സുവിശേഷം, ഒരാൾ ലേഖനം ഭാഗം. അപ്പം അവർക്കും ഇതുപോലെ തോന്നലുണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കും അവരോട് സംസാരിക്കാനായിട്ട് അവർക്ക് അന്ന് കിട്ടുന്ന ഭാഗം തന്നെയായിരിക്കും അവരും എടുത്ത് പ്രാർത്ഥിക്കുന്നതും. അതുപോലെ അവർക്ക് ആ വചനഭാഗത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ചോദിക്കും, ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങളും പറഞ്ഞു, ദൈവാത്മാവ് തോന്നിക്കുന്നതനുസരിച്ച് ഞങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു വചനത്തോടുള്ള ഒരു 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 ആവേശം, ഒരിഷ്ടം അവരിലുണ്ടായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാറേ, കുറേയധികം ദൈവവചനവുമായി ബന്ധപ്പെട്ട് സാറ് പങ്കുവച്ചു. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവവചനത്തിനെ എങ്ങനെ ഗൗരവമായിട്ട് എടുക്കണമെന്നും സാറിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ അവസാന സമയത്ത് പറഞ്ഞ പ്രാർത്ഥനയുടെ സമയത്ത് 3 മക്കളിൽ ഒരാൾ പഴയ നിയമവും, ഒരാൾ പുതിയ നിയമവും, മറ്റൊരാൾ ലേഖനവും വായിച്ച് അതവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ആശയം എന്തുമാത്രം ദൈവവചനത്തിന് സമയം കണ്ടെത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം. നമ്മുടെ കുടുംബങ്ങളിലും ഇത്തരം ദൈവവചനത്തിൻ്റെ വായനകൾ നിറഞ്ഞു നിൽക്കുന്ന സന്ധ്യകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനകൾ. സാറിന് ഒത്തിരി നന്ദി. With